ശ്രീനാഥ്, ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ നിരന്തരം മുടങ്ങുന്നത് കേരളത്തിൽ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലൊക്കെ വലിയ പ്രതിഷേധം യാത്രക്കാരുടേത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ തുടർച്ചയായി ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുന്നു. അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലുള്ള നടപടിയാണ് ജീവനക്കാർക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നമ്മളോട് വിശദീകരിക്കുന്നത്? ഗോപീകൃഷ്ണൻ, എയർ ഇന്ത്യ എക്സ്പ്രസ് CEO അലോക് സിംഗ് അയച്ച ഒരു ഇമെയിൽ, ജീവനക്കാർക്ക് അയച്ച ഇമെയിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ലഭ്യമായിരുന്നു. അതിൽ തന്നെ വ്യക്തമാണ്, പ്രതിസന്ധി ഒരൊറ്റ ദിവസത്തെ പ്രതിസന്ധിയല്ല, വരും ദിവസങ്ങളിലും ഇതേ സാഹചര്യം തന്നെ തുടരും. പ്രതിഷേധക്കാരും, അതായത് ജീവനക്കാരും മാനേജ്മെൻറ്റും രണ്ടു തട്ടിൽ തന്നെ നിൽക്കുന്നു എന്നത് വ്യക്തമാണ്. ഏതായാലും ഇന്നും ഈ സമാന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, കുറച്ചുകൂടി നടപടികൾ കടുപ്പിക്കുകയാണ്. ഇപ്പോൾ 25 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരെ പിരിച്ചുവിട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകുന്ന നടപടികൾ തുടരുകയാണ്. ആ നോട്ടീസും നമുക്ക് ലഭ്യമായതാണ്. ആ നോട്ടീസിൽ പറയുന്ന കാര്യം, ചില ജീവനക്കാർ അവസാന മിനിറ്റ് ഈ ജോലിക്ക് വരാൻ കഴിയില്ല, ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിക്ക് ലീവ് എടുക്കുന്നു. അതിന് പിന്നാലെ അവരെ ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഈ ജോലിക്ക് വരാത്ത ജീവനക്കാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇത് കൂട്ടമായി ചേർന്നുകൊണ്ട് ബോധപൂർവമായി നടത്തിയൊരു നീക്കമാണെന്ന കാര്യത്തിൽ വ്യക്തമാണ് എന്ന് മാനേജ്മെൻറ്റ് പറയുന്നു. അത് പരിഗണിച്ചാണ് മാനേജ്മെൻറ്റിനും സ്ഥാപനത്തിനും വലിയ നാണക്കേട് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് നൽകുന്നത്. അത് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടല്ലോ. അതായത് നഗ്നമായ തൊഴിൽ നിയമ ലംഘനം നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അത് ശരിവെക്കുകയാണോ ലേബർ കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട്? ദില്ലിയിലെ റീജിയണൽ ലേബർ കമ്മീഷണർ മെയ് 3 എൻ ചന്ദ്രശേഖരന് ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അയച്ച കത്തിൽ നിന്നാണ് ഈ വിവരങ്ങളുള്ളത്. നഗ്നമായ തൊഴിൽ നിയമലംഘനങ്ങൾ അവിടെ നടക്കുന്നു, ജീവനക്കാരുടെ പരാതികൾ സത്യമാണ് എന്ന് ലേബർ കമ്മീഷണർ തന്നെ ശരിവെക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ HR ബന്ധപ്പെട്ട് ഇതിലെ വിവരങ്ങൾ തേടുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകി ലേബർ കമ്മീഷനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ലേബർ കമ്മീഷൻ ഇടപെട്ടപ്പോൾ അതിൽ ഒരു തരത്തിലും എയർ ഇന്ത്യ സഹകരിച്ചില്ല, മാനേജ്മെൻറ്റ് സഹകരിച്ചില്ല. അതുകൊണ്ട് ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ ഈ പ്രശ്നം പരിഹരിക്കാൻ നിയോഗിക്കണം എന്നതാണ് 3 അയച്ച കത്തിൽ പറയുന്നത്. ജീവനക്കാർ പ്രധാനമായും പറയുന്നത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിലടക്കം ന്യായമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. റോസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന കാര്യത്തിലും അവർക്ക് പരാതികളുണ്ട്. തുല്യമായി ജീവനക്കാരെ പരിഗണിക്കാൻ എയർ ഇന്ത്യക്ക് കഴിയുന്നില്ല, മാനേജ്മെൻറ്റ് കഴിയുന്നില്ല എന്നൊരു ആരോപണവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യം അവർ ലേബർ കമ്മീഷനെ സമീപിക്കുന്നത്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ലേബർ കമ്മീഷൻ നടത്തിയ ഇടപെടലുകളും ഫലം കാണിച്ചില്ല. അതിൽ ലേബർ കമ്മീഷനും എയർ ഇന്ത്യയാണ് ഈ സമയം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അവർ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുന്നു. അതേസമയം തന്നെ തൊഴിൽ നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് ലേബർ കമ്മീഷണർ കടന്നിട്ടുണ്ട്. ഏതായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം സ്വാഭാവികമായും കേരളത്തിൽ യാത്രക്കാരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ കണ്ടു. തിരുവനന്തപുരത്ത് യാത്രക്കാർ ഈ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ മാറ്റിയതനുസരിച്ച് അവർ വിമാനത്താവളങ്ങളിൽ എത്തിയിട്ടില്ല. കൊച്ചിയിലെ സാഹചര്യം എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, കൊച്ചിയിലും എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരമുണ്ടാക്കിയ പ്രശ്നങ്ങൾ യാത്രക്കാരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അവർ പ്രതിഷേധത്തിലാണോ? കൊച്ചി വിമാനത്താവളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, നിലവിൽ പ്രതിഷേധങ്ങൾ സാധ്യത കൊച്ചി വിമാനത്താവളത്തിലില്ല. കാരണം ഇന്നലെ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇന്നും ചില സർവീസുകൾ മുടങ്ങുമെന്ന്. അതുകൊണ്ട് ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. പലരും ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയേക്കുമാണ്. ഇന്ന് 8:50 പുറപ്പെടേണ്ട മസ്കറ്റ് ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ മസ്കറ്റ് ഫ്ലൈറ്റാണ് നിലവിൽ റദ്ദ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സുഗമമായി തന്നെ സാധാരണഗതിയിൽ പറഞ്ഞതുപോലെ തന്നെ പുറപ്പെടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ തന്നെ ഏറെക്കുറെ നെടുമ്പാശ്ശേരിയിലെ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വന്നിരുന്നു. കാരണം ഇന്നലെ അത്രയും പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിൽ പോലും ഉച്ചയ്ക്ക് 1:50 നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഷാർജ വിമാനം, ദുബായ് വിമാനം പുറപ്പെട്ടിരുന്നു. അതായത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്, ക്യാബിൻ ക്രൂ മാത്രമാണ് പ്രതിഷേധത്തിന് ഉള്ളത്. മറ്റൊരു വിഭാഗം, അതായത് ചില ഫ്ലൈറ്റുകളിൽ എല്ലാവരും തന്നെ പ്രവർത്തന സജ്ജമായി ഉണ്ട്. അതുകൊണ്ട് ആ ഫ്ലൈറ്റുകൾക്കൊന്നും കാര്യമായി പ്രശ്നമില്ല. അതുതന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്തിൽ പ്രതിഷേധങ്ങൾക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും. ഇന്ന് കാര്യമായ ഒരു പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ
നാളെയാണ് ഈ പല ആളുകൾക്കും ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിരിക്കുന്ന ദിവസം. നാളെ ഫ്ലൈറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ റദ്ദ് ചെയ്യുന്ന നടപടി ഉണ്ടായെങ്കിൽ കനത്ത പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഗോപികൃഷ്ണൻ. ശരി, വിഷ്ണു സുരേഷിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് കൊച്ചിയിൽ. ഇനി നമുക്കറിയാനുള്ളത് ബൽറാം നെടുങ്ങാടിക്ക് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ള റിപ്പോർട്ടാണ് എന്താണെന്നുള്ളതാണ്. ഈ പ്രതിഷേധിക്കുന്ന ജീവനക്കാരോട് വൈകിട്ട് ഹാജരാകാനുള്ള ഒരു അന്ത്യശാസന ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ കടക്കും എന്നുള്ള സൂചനയും നിലനിൽക്കുന്നു. ബൽറാം, ഈ ശക്തമായ പ്രതിഷേധമുണ്ട് യാത്രക്കാർക്ക് സർവീസുകൾ നിരന്തരം മുടങ്ങുന്നതിൽ. എയർ ഇന്ത്യ എക്സ്പ്രസ് അതോറിറ്റീസ് അവരെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഏത് തരം അന്ത്യശാസനയാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ജീവനക്കാർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല, ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ഭൂരിഭാഗം ജീവനക്കാരും ലീവ് എടുത്ത ശേഷം ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അധികൃതർക്ക്. ഇവരുടെ പ്രശ്നങ്ങളിൽ തുടർന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാരണം അവരെ ഒട്ടേറെ അവഗണിച്ചു കമ്പനി എന്ന പരാതിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ 90ഓളം സർവീസുകൾ റദ്ദാക്കപ്പെടുകയും ഇന്ന് ഏതാണ്ട് 76 സർവീസുകൾ ഇതിനകം തന്നെ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് 25ലേറെ ജീവനക്കാർക്കെതിരെ ഇതിനകം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടിയെടുത്തിരിക്കുന്നത്. മറ്റ് പണിമുടക്കുന്ന ജീവനക്കാരോട് ഇന്ന് വൈകിട്ട് 4 മണിക്കകം ഹാജരാകാനാണ് നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനം എന്നുള്ളത്. ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. കൂടുതൽ പിരിച്ചുവിടലിലേക്ക് കടന്നേക്കും കമ്പനി എന്ന് തന്നെയാണ് സൂചന. അതിനിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഡൽഹി ലേബർ കമ്മീഷന്റെ കത്തടക്കം പുറത്തു വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നും ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുമുള്ള ഒരു നിലപാടാണ് ലേബർ കമ്മീഷന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹി ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം കമ്പനിയും ജീവനക്കാർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് എത്താനായി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ സമയക്രമം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ്. ശരി ബൽറാം, ഏതായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രതിഷേധം, സമരം അത് സ്വാഭാവികമായും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതേസമയം കടുത്ത നടപടികളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ കടക്കുന്നു. ജീവനക്കാർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് വിവിധ ബ്യൂറോകൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.